ഹായ് കൂട്ടുകാരെ, കടലക്കറി ഇതുപോലൊന്ന് വെച്ച് നോക്കിയാലോ. തലേ ദിവസം വെള്ളത്തിൽ കുതിർത്ത് വെച്ച കടല കുക്കറിലേക്ക് ഇടുക. കടലയുടെ മുകളിൽ നിൽക്കത്തക്ക വിധം വെള്ളം ഒഴിക്കുക. ഇതിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഇളക്കുക. പിന്നീട് ആവശ്യത്തിന് വിസിൽ കേൾപ്പിച്ച് നമുക്കിത് വേവിച്ചെടുക്കാം. വെന്ത കടലയിൽ നിന്ന് കുറച്ച് കടല നമുക്ക് മാറ്റി വയ്ക്കാം. മാറ്റിവെച്ച കടല നല്ലതുപോലെ തണുപ്പിക്കണം. മാറ്റിവെച്ച കടല മിക്സിയുടെ ജാറിൽ അടിച്ചെടുക്കുക. കുറച്ച് പേസ്റ്റ് രൂപത്തിൽ അടിച്ചെടുക്കുക. ഈ അടിച്ച പേസ്റ്റ് നമുക്ക് കുക്കറിലേക്ക് ഇടാം. ഇട്ട് നല്ലതുപോലെ ഇളക്കുക. ഇനി ഒരു ചീനച്ചട്ടി എടുക്കുക. അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിക്കുക. കടുക് ഇടുക. അതിനുശേഷം കൊത്തി അരിഞ്ഞു വെച്ചിരിക്കുന്ന തേങ്ങാക്കൊത്തിടുക. തേങ്ങാക്കൊത്ത് നല്ലതുപോലെ മൂപ്പിച്ച് മാറ്റുക. ആ ചീനച്ചട്ടിയിൽ 2 സവാള അരിഞ്ഞതും ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് വഴറ്റുക. ആവശ്യത്തിന് ഉപ്പിടാൻ മറക്കരുത്. ഉപ്പിട്ട് നല്ലതുപോലെ വഴറ്റണം. അതിലേക്ക് നമുക്ക് ആവശ്യമായ പച്ചമുളക് ചേർക്കാം. 1-2 പച്ചമുളക് ചേർക്കാവുന്നതാണ്. ഇതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ച തക്കാളി ചേർക്കാം. തക്കാളി ചേർത്ത് നല്ലതുപോലെ വഴറ്റണം. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ മുളക് പൊടിയും 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും ചേർത്ത് നല്ലതുപോലെ ഇളക്കി ഈ കൂട്ട് നമുക്ക് തണുക്കാനായി മാറ്റി വയ്ക്കാം. തണുത്ത ഈ കൂട്ട് നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് നല്ലതുപോലെ അരച്ചെടുക്കാം. അരച്ച ഈ കൂട്ട് കുക്കറിലേക്ക് ഇട്ട് നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കണം. 1 ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുക്കാം. വെള്ളം ചേർത്ത ശേഷം നമുക്ക് ആവശ്യത്തിന് ഗരം മസാലയും കറിവേപ്പിലയും ചേർത്ത് നല്ലതുപോലെ തിളപ്പിച്ച് നമുക്ക് കറി ഇറക്കി വയ്ക്കാം. ഇതിലേക്ക് നേരത്തെ നമ്മൾ മാറ്റി വെച്ച തേങ്ങാക്കൊത്ത് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ കറി റെഡിയായി.